പ്രധാനപ്പെട്ട 3-4 ആരോപണം. അതിനെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഞാൻ വരാം. ഒന്ന്, അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. പോസിറ്റീവ് കണ്ടന്റ് ആണ്. മാതാ അമൃതാനന്ദമയെ കുറിച്ചിട്ടാണ്. എന്തായാലും ഈ ഒരു മഠത്തിനെ കുറിച്ചിട്ടും ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടും നാരായണസ്വാമി എന്ന് പറയുന്ന വ്യക്തി കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹം ഇതിന് പുറത്തിറങ്ങിയാലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കുറെ കാര്യങ്ങൾ പലരോടായിട്ടും വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതിനുള്ള കാര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എന്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാൻ ഇവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറെ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിന്റെ അടുത്ത ദിവസം എന്റെ പേരിൽ ഉണ്ടായിരുന്ന കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എന്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. വളരെ വേണ്ടാത്ത രീതിയിൽ അത് പറഞ്ഞുണ്ടാക്കും. പിന്നെ അവർ പുറത്തു വിടാനുള്ള ഒരു ഇതില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഞാനൊരിക്കലും ആൾദൈവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദൈവമല്ല, ആളായിട്ട് ഇരുന്നിട്ട് കുറെ പൂജകളും കാര്യങ്ങളും ചെയ്യുന്നതാണ് ഈ ഒരു ആൾദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ദൈവം മാത്രമേ ഉള്ളൂ. ഒരു കടൽ തീരത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി, സുധാമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, പെട്ടെന്നൊരു സമയത്ത് ഇതുപോലെ സ്വാമിയായി മാറുക, പിന്നെ കോടികളുടെ സമ്പത്ത് ഉണ്ടാവുക, പിന്നെ അത് ബിസിനസ്. ഈ ഒരു ആൾദൈവത്തിന് എന്തിനാണ് ബിസിനസ്? ഒന്നുകിൽ പൂജ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇവർക്ക് എന്തിനാണ് ബിസിനസ്, കോടികൾ, ഇതൊക്കെ എന്തിനാണ്? അപ്പൊ ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അത് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവരെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പുറത്ത് പറയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ കംപ്ലൈന്റ് കൊടുക്കുക, അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ കംപ്ലൈന്റ് കൊടുക്കുക, പിന്നെ അവരെ പൂട്ടിയിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ല ഈ ഒരു ലോകത്ത് നടക്കുന്നത്. ഈ ഒരു അമൃതാനന്ദമയി എന്ന് പറയുമ്പം ഇവരുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ ഒരു തവണ വാർത്തയിൽ കണ്ടതാണ്, ഈ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇതുപോലെ ലഡു കഴിക്കാൻ നേരത്ത് ആരോ പറഞ്ഞ് ഷുഗർ ആണെന്ന്. അപ്പോൾ ഇവർ വായിക്കാത്ത ആ ഒരു ലഡു ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലഡു വായിക്കത്തിട്ട സമയത്താണ് ഷുഗർ ആണെന്ന് പറയുമ്പം ഇവർ അതിനെ അങ്ങ് പുറത്തേക്ക് തള്ളിയപ്പോഴത്തേക്ക് അത് നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ പ്രസാദം കൊടുക്കുമല്ലോ, അതുപോലെ ആ ഒരു തുപ്പിയ സാധനത്തിനെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്താ അല്ലേ, അവർ തുപ്പിയ സാധനമാണ്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ആൾക്കാർ ഇരിക്കുന്നത് തോന്നുന്നു. അവരൊക്കെ എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്നും അറിയത്തില്ല. എന്തായാലും ഒരുപാട് ദുരൂഹതകളുണ്ട്. അതായത് എപ്സ്റ്റീൻ ഫയലിനെക്കാട്ടിലും അപ്പുറത്തിലായിരിക്കും മിക്കവാറും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. കുറച്ച് നാൾക്ക് മുന്നേ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിവുണ്ടായിരുന്നു. അതൊരു 10-12 വർഷമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്താണ് പെട്ടെന്ന് വാർത്തകളിലൊക്കെ അമൃതാനന്ദമയിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാല് നക്കുന്നു, ഇവരുടെ എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഓരോ ആൾക്കാർ ഇവർ ചെന്നിട്ട് കാല് പിടിച്ച് ഇവരെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ തിരക്കാണ്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇവരെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിനും ഇനി ചിലപ്പം ജീവന് ഭീഷണി ഉണ്ടായിരിക്കാം. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിനോട് വിളിച്ച് പറയുന്നുണ്ട്. ഇനി എവിടെ വേണമെങ്കിലും വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താകും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ബ്രിട്ടാസുമായിട്ടുള്ള ഒരു വിദേശ വനിതയുടെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ ആ ഒരു വിദേശ വനിത പറയുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു മാതാ അമൃതാനന്ദമായി കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു still I say, we call brainwashed.
You mean to say you were completely brainwashed? brainwashed. അത് കണ്ടപ്പോൾ ഐ സ്റ്റിൽ വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരിൽ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ടു കൺട്രോൾ ദീസ് മെൻ വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ് ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, അമ്മ സെക്ഷൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമം ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. പക്ഷെ വെറും ദാറ്റ് നെയ്വ് അത്രത്തോളം ഇന്നസെന്റ് ആണോ ഗെയിൽ? അതായത് ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഗെയിലിന് മനസ്സിലാക്കേണ്ട പ്രായമുണ്ട്. ബിക്കോസ് യു ഹാവ് അണ്ടർഗോൺ റിലേഷൻഷിപ്സ് അല്ലേ? എത്ര റിലേഷൻസ് യു പിന്നെ ഈ ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പ് യു ഹാഡ് ബോയ് ഫ്രണ്ട്സ് ഇല്ലേ? യു ആർ ചില്ലിംഗ് ഔട്ട് ഇല്ലേ? ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം ആ പുസ്തകം വായിച്ചപ്പോൾ റേപ്പിന് വിധേയമായെങ്കിൽ പോലും എവിടെയോ ഗെയിലും ഈ പറഞ്ഞ ആളും തമ്മിൽ എവിടെയോ ഒരു സൗഹൃദം, ഒരു പ്രണയം ഉണ്ടായിരുന്നു. ബാലുവായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. Love. Were you in love actually? No. ഇല്ല. എൻ്റെ സഹോദരനായിട്ട് എനിക്ക് തോന്നുന്നായിരുന്നു, I felt compassionate for him, sympathetic ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗം I wanted him as a friend, but the other sex stuff I did not want. പക്ഷെ എങ്കിൽ പോലും വർഷങ്ങളായിട്ട് ഗെയിലിനെ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോൾ, സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അത് സഹിച്ചു കിടക്കാൻ വേണ്ടി ഗെയിൽ എന്തിനു നിന്ന് കൊടുത്തു? See, you are not like a normal, say, Indian woman. You are not illiterate. You are literate. You have seen the world. ലോകം കണ്ടൊരു സ്ത്രീയാണ്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ സിസ്റ്റം അറിയാം. എന്നിട്ട് പോലും ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഒരു റൂറൽ ആയിട്ടുള്ള ഒരു സ്ത്രീകൾ, നിർദ്ധനയായ ഒരു സ്ത്രീ സക്കം ചെയ്യുന്ന പോലെ, why did you succumb to yourself? Again, പറയുന്ന പോലെ I was afraid. Again, like I said, ആരെങ്കിലും അറിഞ്ഞാൽ, അമ്മയെ അറിയിച്ചാൽ, അമ്മ ചിലപ്പോൾ എന്നെ പുറത്തേക്കാക്കും. അപ്പോൾ ആ കാലത്ത് അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ എനിക്ക് സഹിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത് എൻ്റെ ദാറ്റ് ലൈഫ് ഇറ്റ് വാസ് ഓൾ ഐ വാണ്ടഡ്. ആ സമയത്തിൽ എൻ്റെ ജീവിതം മാത്രം ഐ വാണ്ടഡ്. സോ ഐ വാസ് നോട്ട് വില്ലിങ് ടു സാക്രിഫൈസ്. അങ്ങനെ ഒരു രഹസ്യം ഉള്ളിൽ വെച്ചു. അതിനോ മനസ്സിലായി, ഇത് ഒരു സാധാരണ മനുഷ്യത്തെ കേട്ടാൽ വിചാരിക്കുന്നത് ശരിയില്ല. പക്ഷേ ഒത്തിരി ഈ സെക്ഷൽ അബ്യൂസ് വിക്ടിംസ് ഒന്നും അവർ ചിലപ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ മനസ്സിലാവുന്ന അവർ സെക്ഷലി അബ്യൂസ്ഡ് ആയിരുന്നു. അവർ പറയുന്ന സാഹചര്യം കൊണ്ടാണ് ആ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടത്. പക്ഷെ എല്ലാം കണ്ടിട്ടും പുറത്തു പറയാൻ പറ്റുന്നില്ല. എല്ലാം കണ്ടാലും അതിന് അഥവാ പുറത്തു പറഞ്ഞാലും അത് വളരെ വേണ്ടാത്ത രീതിയിൽ അത് പറഞ്ഞുണ്ടാക്കും. പുറത്തു വിടാനുള്ള ഒരു ഇതില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ നടക്കുന്നുണ്ട്.